അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചതോടെ കടുത്ത ആശങ്കയിൽ ഗൾഫ് രാജ്യങ്ങൾ. ഗൾഫിലെ അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ മിസൈലുകൾ തൊടുത്തതോടെ എങ്ങും ആശങ്കയാണ്. അമേരിക്കൻ ഇസ്രയേൽ ആസ്തികൾ എല്ലാം തങ്ങളുടെ ലക്ഷ്യമാണെന്ന മുന്നറിയിപ്പാണ് ഇറാൻ ആദ്യം നൽകിയത്. അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഇനി തങ്ങൾക്ക് മുന്നിൽ ചുവപ്പ് രേഖകളില്ലെന്നും എന്തിനും തയ്യാറായിരിക്കണമെന്നും ഇറാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ മിസൈലുകൾ അയച്ചത്. ബഹ്റൈനിലും കുവൈത്തിലും അബുദാബിയിലും സ്ഫോടനം നടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെന്നാണ് വിവരം. ബഹ്റൈനിൽ അടിയന്തര സൈറൺ മുഴങ്ങിയതായും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ബഹ്റൈനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എന്ന തരത്തിൽ നിരവധി വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ബഹ്റൈനിൽ അമേരിക്കൻ താവളത്തിന് സമീപത്തായി മിസൈൽ പതിച്ചെന്ന വിധത്തിലാണ് വീഡിയോകൾ പുറത്തു വന്നത്. ബഹ്റൈനിൽ 5ഓളം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രദേശവാസികൾ പറയുന്നു. ബഹ്റൈൻ ജുഫൈർ ഭാഗത്താണ് US മിലിറ്ററി ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ജുഫൈർ ഭാഗത്തു നിന്ന് പുക ഉയരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ബഹ്റൈനിലെ ജുഫൈർ ഹിദ് പരിസരങ്ങളിൽ രാവിലെ 11:45 സ്ഫോടനമുണ്ടായത്. ബഹ്റൈനിലെ US നേവിയുടെ 5ാം കപ്പൽ പടയുടെ ആസ്ഥാനത്തിന് നേരെയാണ് മിസൈൽ ആക്രമണം. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സൈന്യം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മിസൈലുകളെ തടയാൻ ശ്രമിക്കുകയാണ്. അതോടൊപ്പം ബഹ്റൈനിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട്. ഉച്ചത്തിലുള്ള സ്ഫോടനമോ മുന്നറിയിപ്പ് സൈറണുകളുടെ ശബ്ദമോ ഉണ്ടായാൽ സ്വീകരിക്കേണ്ട അടിയന്തര മുൻകരുതലുകളും മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാജ്യത്തെ 4 ഗവർണറേറ്റുകളിലെയും ഷെൽട്ടറുകളുടെ വിവരങ്ങളും അതോറിറ്റി പുറത്തുവിട്ടിട്ടുണ്ട്. അപ്ഡേറ്റുകൾക്കായി ഔദ്യോഗിക റേഡിയോ, ടെലിവിഷൻ ചാനലുകൾ കാണണമെന്നും അടുത്തുള്ള കെട്ടിടത്തിൽ അഭയം തേടുകയോ അല്ലെങ്കിൽ സുരക്ഷിതവും അടച്ചിട്ടതുമായ സ്ഥലത്ത് അഭയം തേടുകയോ ചെയ്യണമെന്നും ജാഗ്രതാ നിർദ്ദേശത്തിലുണ്ട്. സൈനിക കേന്ദ്രങ്ങളുടെ പരിസരത്ത് നിന്ന് എല്ലാവരും അകന്നു നിൽക്കണം. വീടുകളിലോ മറ്റ് സുരക്ഷിത ഇടങ്ങളിലോ ജനങ്ങൾ തുടരണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. അപകട സാധ്യതകൾ ഒഴിവാക്കാൻ അത്യാവശ്യ സന്ദർഭങ്ങളിലല്ലാതെ പുറത്തു പോകരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഗൾഫ് നാടുകളിൽ മിസൈൽ ആക്രമണമുണ്ടായത് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ കടുത്ത ആശങ്കയിലാകുന്നുണ്ട്. കേരളത്തിലുള്ള കുടുംബങ്ങളും പുതിയ യുദ്ധ പശ്ചാത്തലത്തിൽ കടുത്ത ആശങ്കയിലാണ്. US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിന് പിന്നാലെ പ്രത്യാക്രമണവുമായി ഇറാൻ രംഗത്ത് വരികയായിരുന്നു. ഇസ്രായേലിന് മേൽ ശക്തമായ മിസൈൽ ആക്രമണമാണ് ഇറാനും നടത്തിയത്. 30 മിസൈലുകൾ തൊടുത്തുവെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ എയർഫോഴ്സും വ്യോമ പ്രതിരോധ സംവിധാനവും മിസൈൽ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം കണക്കിലെടുത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളും കൂട്ടത്തോടെ റദ്ദാക്കി. ഇറാൻ വ്യോമപാതയിലൂടെയുള്ള യാത്ര അപകടകരമായതിനാലാണ് വിമാന കമ്പനികൾ സർവീസുകൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. പുലർച്ചെ 2:38 മസ്കറ്റിലേക്ക് പുറപ്പെട്ട ഒമാൻ എയർവേസ് വിമാനം സുരക്ഷാ കാരണങ്ങളാൽ പാതി വഴിയിൽ വെച്ച് നെടുമ്പാശ്ശേരിയിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചു. ഉച്ചയ്ക്ക് 2:35 ഷാർജയിലേക്ക് പോകാനിരുന്ന വിമാനം റദ്ദാക്കി. വൈകിട്ട് 5:20 ജിദ്ദയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ആകാശ എയർ സർവീസും ഒഴിവാക്കി. ഇന്ത്യയുടെ ഗൾഫ് സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെച്ചതായിട്ടാണ് അറിയിച്ചിരിക്കുന്നത്. 6:20 ദുബായിലേക്കുള്ള വിമാനം, രാത്രി 9:50 റാസ് ഖൈമയിലേക്കുള്ള വിമാനം, രാത്രി 10:50 അബുദാബിയിലേക്കുള്ള വിമാനവും ഇൻഡിഗോ റദ്ദാക്കി. മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് വിമാനത്താവളത്തിലെത്തിയ 100 യാത്രക്കാർ ഇതോടെ കുടുങ്ങിപ്പോയി. സർവീസുകൾ എപ്പോൾ പുനരാരംഭിക്കുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല. എയർ ഇന്ത്യയും ഇൻഡിഗോയും സർവീസുകൾ നിർത്തിവെച്ചതായി അറിയിക്കുകയായിരുന്നു. ഖത്തർ എയർവേസ്, ടർക്കിഷ് എയർലൈനുകൾ സർവീസുകൾ നേരത്തെ നിർത്തിവെച്ചിരുന്നു. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു.